ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഗാലക്സി A22 5G എന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഈ ഒരു ഫോൺ പുറത്തിറങ്ങി അന്ന് മുതൽ തന്നെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ഫോണിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് 5G ഫോൺ എന്ന സ്വപ്നം കാണുന്ന ആളുകൾക്ക്, അതായത് സാംസങ്ങിൻ്റെ ഫോൺ എന്നാണ് ഉദ്ദേശിച്ചത്, ഏറ്റവും വില കുറഞ്ഞ ഒരു സാംസങ് ഫോൺ, അതും 5G ആയിരിക്കണം എന്ന് സ്വപ്നം കാണുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് ഗാലക്സിൻ്റെ A22 5G എന്നൊരു ഫോൺ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പുറത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ അത് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഈ ഒരു സൈഡൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഈ ഒരു സൈഡ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ വൈറ്റ് കളറാണെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മോഡൽ നമ്പറും 64 GB ഉള്ള ഫോണാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഇത് കൂടാതെ മറ്റു 3 വേരിയൻറ്റുകളിലൂടെ ലഭ്യമാണ്. അതായത് 128 GB 4 GB റാം, 128 GB 6 GB റാം, 128 GB 8 GB റാം, ഇങ്ങനെ വ്യത്യസ്തമായ 4 വേരിയൻറ്റുകളിലാണ് ഈ ഒരു ഫോൺ ലഭ്യമായിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫോൺ നമുക്ക് ആദ്യം തന്നെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഗാലക്സിൻ്റെ A22 എന്ന ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു വെൽക്കം പാക്കാണ്. ഈ ഒരു പാക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ നമുക്ക് പൗച്ചൊന്നും ലഭിച്ചിട്ടില്ല. ഈ ഒരു പാക്കിൻ്റെ അകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വെറും 2 കാറ്റലോഗുകൾ മാത്രമാണ്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഫോൺ തന്നെയാണ്. ഫോൺ നമുക്ക് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ബോക്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഒരു USB കേബിളും അതോടൊപ്പം തന്നെ ഒരു ചാമ്പ് സ്റ്റൈലിലുള്ള ഒരു ഹെഡ്ഫോണും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സിം കാർഡ് റിമൂവ് ചെയ്യാനുള്ള ഒരു സിം കാർഡ് എജക്ടറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫോണിലേക്ക് തന്നെ തിരിച്ചു വരാം. ഫോണിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫോണിൻ്റെ പുറത്തായിട്ട് കാണാൻ പറ്റുന്നത് Full HD+ 90 Hz ഡിസ്പ്ലേ എന്നും ട്രിപ്പിൾ ക്യാമറ എന്നും സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പുറത്തുള്ള ഈ ഒരു കവർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫോണിനെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ബോഡി കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് മോഡലാണെന്നുണ്ടെങ്കിലും ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. നല്ലൊരു ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ഫോണിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്സിൻ്റെ A32 കൊടുത്തിട്ടുള്ള അതേ ഒരു ബോഡി തന്നെയാണ് ഈ ഒരു ഫോണിലും കമ്പനി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് 3 ക്യാമറ കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാപിക്സലും അൾട്രാ വൈഡ് വരുന്നത് 5 മെഗാപിക്സലും മാക്രോ ലെൻസ് വരുന്നത് 2 മെഗാപിക്സലുമാണ്. അതുകൂടാതെ നമുക്ക് ഒരു LED ഫ്ലാഷും കാണാൻ പറ്റുന്നത്. ഏകദേശം ഒരു 4 ക്യാമറ ഉള്ള ഫോൺ പോലെ തോന്നിക്കും എന്നുണ്ടെങ്കിലും ഇതൊരു 3 ക്യാമറ ഉള്ള ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ സൈഡ് വശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രെയിമായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് ഇതിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 399 PPI ഡെൻസിറ്റി ഉള്ളതാണ് കമ്പനി ഈ ഒരു ഫോണിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കമ്പനി ഈ ഒരു ഫോണിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സൈഡ് വശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു പവർ ബട്ടണാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും ഇതിൻ്റെ ഈ ഒരു ഇടതുവശത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതോടൊപ്പം തന്നെ സൈഡ് വശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സിം കാർഡ് ട്രേയും ഇതിൻ്റെ അടിവശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്കും അതോടൊപ്പം തന്നെ ഒരു മൈക്രോഫോണും ടൈപ്പ് C ഇൻപുട്ടും ഒരു സ്പീക്കർ ഗില്ലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ട്രേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ട്രേ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓണാക്കി നോക്കാം. സുഹൃത്തുക്കളെ, നമ്മളെ ഫോൺ ഇവിടെ കംപ്ലീറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ ഒരു ഫോണിൽ TFT ഡിസ്പ്ലേ ആണ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് TFT ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും നല്ല ക്ലാരിറ്റി തോന്നിക്കുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാം. പിന്നെ ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫേസ് ലോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് ആദ്യം തന്നെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്കും വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു ക്യാമറയുടെ മുമ്പിലേക്ക് വന്ന ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്കും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അബൌട്ട് സെക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു അബൌട്ട് സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ മോഡൽ നമ്പറും മോഡൽ നെയിമും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ആൻഡ്രോയിഡ് 11 ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത്. സാംസങ്ങിൻ്റെ 1 UI Core 3.1 ആണ് ഇതിൻ്റെ UI ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജും റാമും എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് 64 GB ആണ്. ഞാൻ പറഞ്ഞു മറ്റു വേരിയൻറ്റുകളും കൂടി ലഭ്യമാണ്. നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ ഒരു ഫോൺ 64 GB ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ 64 GB 18 GB ഇതിൻ്റെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിച്ചതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഫോണിൻ്റെ റാം പരിശോധിച്ച് നോക്കുമ്പോൾ മൊത്തം 4 GB 2 GB ഇതിൽ ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഞാൻ NFC സപ്പോർട്ടഡ് ആണോ എന്ന് പരിശോധിച്ചപ്പോൾ ഈ ഒരു ഫോണിൽ NFC സപ്പോർട്ടഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സെക്ഷനുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് പോലുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഫോണിൽ നമുക്ക് സ്കാൻ QR കോഡ് എന്ന ഒരു ഫീച്ചർ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അഡീഷണൽ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് QR കോഡുകൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫോണിൽ ഇതിൽ സ്മാർട്ട് വ്യൂ എന്ന ഫീച്ചർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ സ്മാർട്ട് വ്യൂ എന്ന ഫീച്ചർ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതായത് സ്മാർട്ട് TVയിലേക്ക് ഇതിൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊന്നും കൂടാതെ ഞാൻ ഈ ഒരു ഫോണിൽ OTG ഫ്ലാഷ് സപ്പോർട്ട് ചെയ്യുമോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ OTG സപ്പോർട്ട് ചെയ്യും എന്നാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്. സാംസങ് ഫോണുകളിലും മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ കാണാറുള്ള ഡാർക്ക് മോഡ് എന്ന ഒരു ഫീച്ചർ ഈ ഒരു ഫോണിലും ലഭ്യമാണ്. ഇതൊരു TFT ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് മോഡൊക്കെ ഇതിൽ പവർഫുള്ളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ഓൾറെഡി. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പരിശോധിച്ച് നോക്കിയത്. ഈ ഒരു ഫോണിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് പോർട്രേറ്റ് മോഡാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ട്, വീഡിയോ മോഡ് കാണാൻ പറ്റുന്നുണ്ട്, മോർ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മോർ ഓപ്ഷനിലായിട്ട് പ്രോ മോഡ് കാണാൻ പറ്റുന്നുണ്ട്. പ്രോ മോഡ് വീഡിയോ ക്യാമറക്കും വേണ്ടിയിട്ട് പ്രോ മോഡ് ഇതിൽ വന്നിട്ടില്ല. സാധാ ഫോട്ടോസിന് വേണ്ടിയിട്ടാണ് ഇതിൽ പ്രോ മോഡ് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് നൈറ്റ് മോഡ് കാണാൻ പറ്റുന്നുണ്ട്, സ്ലോ മോഷൻ കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ സ്ലോ മോഷൻ ഈ ഒരു ഫോണിൽ കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു മെനുവിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മാസ്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മാസ്കിൽ നമുക്കറിയാം കുട്ടികളെ ആകർഷിപ്പിക്കുന്ന ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു ഫോണിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടാതെ നമ്മൾ സ്റ്റാമ്പ് എന്നൊരു ഫീച്ചറും കൂടി ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഈ ടൈം സ്റ്റാമ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്ത സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ ഡേറ്റ് അല്ലെങ്കിൽ സാംസങ് ഗാലക്സി ഇങ്ങനെയുള്ള പേരുകളൊക്കെ കൊടുക്കാൻ ഉള്ള ഒരു ഓപ്ഷനും കമ്പനി ഈ ഒരു ഫോണിൽ തന്നെ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് സ്ക്രീനിൽ കാണാം. സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് A22 5G എന്ന ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് 8 മെഗാപിക്സലിൻ്റെ ഈ ഒരു ഫ്രണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി തന്നെ ഉണ്ട് എന്ന് പറയാം. ഇത് ഡേ ലൈറ്റിലുള്ളൊരു വീഡിയോ ആണ്. നൈറ്റിൽ എടുക്കുമ്പോൾ ഒരു ഇത്ര ക്ലാരിറ്റി തോന്നിക്കണില്ല, എന്നാലും ഒരു 8 മെഗാപിക്സലിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കൾ, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ A22 5G എന്ന ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. 48 മെഗാപിക്സലാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ. ഇത് പകൽ വെളിച്ചത്തിൽ എടുത്തിട്ടുള്ള ഒരു ദൃശ്യമാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ക്യാമറൻ്റെ ക്ലാരിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പകൽ വെളിച്ചത്തിൽ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി തോന്നിക്കുന്ന ഒരു ക്യാമറ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ് ഏകദേശം എല്ലാ പാർട്ടുകളും പരിശോധിച്ച് നോക്കിയിട്ട് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ്. കാരണം 5G ഫോൺ ആയതുകൊണ്ടാണ് ഇത്ര പ്രൈസ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒമാൻ റിയാൽ 80 റിയാലാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഇന്ത്യൻ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപൻ്റെയും 16,000 രൂപൻ്റെയും ഇടയിൽ ഈ ഒരു ഫോണിന് പ്രൈസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് MediaTekൻ്റെ Dimensity 700 5G എന്ന ചിപ്സെറ്റാണ് കമ്പനി ഈ ഒരു ഫോണിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒക്ടാകോർ പ്രൊസസ്സറാണ്. അതോടൊപ്പം തന്നെ 64 ബൈറ്റിൻ്റെ പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 7 പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പവർ എഫിഷ്യൻസിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെ പറയാം. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 203 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്.
വലിയൊരു ഹെവി വെയിറ്റ് ആയിട്ടൊന്നും ഈ ഒരു ഫോണിനെ പറ്റി നമുക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഒരു പാകത്തൊരു വെയിറ്റ് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ, അതായത് MediaTekൻ്റെ Dimensity 700 5G എന്ന ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഫോണുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതൊരു പ്രൈസൊക്കെ വരുന്ന ഒരു ഫോണുകൾ തന്നെയാണെന്ന് പറയാം. കാരണം പോക്കോ M3 Pro 5G എന്ന ഫോണിലും ഈ ഒരു പ്രൊസസ്സർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓപ്പോ A53s എന്ന ഫോണിലും ഈ പ്രൊസസ്സർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റെഡ്മിൻ്റെ Note 10 5G എന്ന ഫോണിലും ഈ ഒരു പ്രൊസസ്സർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു പ്രൊസസ്സർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിന് പ്രൈസ് നമ്മൾ ഹെവി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം കുറച്ച് സ്റ്റോറേജ് കൂടുതലുമാണെന്നുള്ള ആളുകൾക്ക് മറ്റ് വേരിയൻറ്റുകളും അവൈലബിൾ ആണ്. ഏകദേശം 1000-2000 രൂപേൻ്റെ വ്യത്യാസമൊക്കെയാണ് ഈ വേരിയൻറ്റ് മാറുമ്പം വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള GPUവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ Mali G57 എന്ന GPU ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു GPUവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം എന്നും പറയാനില്ല. ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു GPU തന്നെയാണ് കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാം. പിന്നെ ഈ ഒരു ഫോണിൽ നമ്മൾ നെഗറ്റീവ് മാർക്കായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു AMOLED ഒന്നും കമ്പനി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിലൊരു TFT ഡിസ്പ്ലേ മാത്രമാണ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ക്ലാരിറ്റി തന്നെയാണ് ഈ ഒരു ഫോണിനുള്ളത്. പക്ഷെ എന്നാലും മറ്റ് ചൈനീസ് ഫോണുകളിലൊക്കെ ഉൾപ്പെടുത്താറുള്ള TFT ഡിസ്പ്ലേനെ അപേക്ഷിച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി തോന്നിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 5G വാങ്ങണം എന്നുള്ള ആളുകൾക്ക് ഈ ഒരു ഫോൺ നല്ലൊരു ഫോൺ തന്നെയാണെന്ന് പറയാം. 4G വാങ്ങണം എന്നുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ഫോൺ, അതായത് AMOLED തന്നെ ഇതിലും ചെറിയ വിലയ്ക്ക് നമുക്ക് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5G തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് ഈ ഒരു ഫോൺ വാങ്ങേണ്ടതെന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റോറേജ് കൂടിയ ഫോണുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ 5G വാങ്ങണം എന്നുള്ള ആളുകൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു സാംസങ് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.